പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകി ജീവനോടെ അങ്ങേ തിരുമുമ്പിൽ ആയിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും അങ്ങേ സ്തുതിക്കുവാനും സ്വർഗീയമായ ദിവ്യരഹസ്യങ്ങൾ മനസ്സിലാക്കി അതിനുവേണ്ടി ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ സ്വർഗീയമായ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ പങ്കു ചേർന്നുകൊണ്ടിരിക്കുന്ന ഈ മക്കളെയും ഇവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളെയും ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയും കുടുംബാംഗങ്ങളെയും വസിക്കുന്ന വീടിനെയും ഇവരുടെ ജോലി, ബിസിനസ്, പഠനം, കുടുംബജീവിതം, കർത്താവെ, എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം, അമ്മയുടെ മാതൃക, യേശുപിതാവിന്റെ മാധ്യസ്ഥവും മാതൃകയും അനുകരിക്കുവാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ഇടയാകട്ടെ. അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സന്തോഷത്തിന്റെ മൂന്നാമത്തെ ദിവ്യരഹസ്യം പരിശുദ്ധ അമ്മയിലൂടെയും ഔസേപ്പിതാവിലൂടെയും സ്വർഗം നമ്മുടെ കുടുംബങ്ങളെ പഠിപ്പിക്കുന്ന വലിയൊരു രഹസ്യമാണ് കാലിത്തൊഴുത്തിലെ സമ്പന്നത. നമുക്കറിയാം, പശ്ചാത്തലക്കറിയാം. ഒരു ഇടം കിട്ടാതെ, സത്രം ലഭിക്കാതെ, വസിക്കാൻ ഒരു വീട് കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് അവസാനം കാലിത്തൊഴുത്തിൽ ദാരിദ്ര്യത്തിന്റെ വലിയ ഇല്ലായ്മയിൽ ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്ന പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഒരു ഇല്ലായ്മ വരുമ്പോ അവിടെ നമുക്ക് ലഭിക്കുന്ന വലിയൊരു സമ്പത്തുണ്ട്. അതെന്താണ്? ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ടോ അത് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ, സമൃദ്ധിയുടെ വലിയൊരു അനുഭവമാണ്. ഇല്ലായ്മകളെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ധ്യാനത്തിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോ ഒരു വിശുദ്ധനുമായിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൂടെ കടക്കുമ്പോ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അപ്പനെ നഷ്ടപ്പെട്ടു, അമ്മയെ നഷ്ടപ്പെട്ടു. അത് നഷ്ടപ്പെട്ടപ്പോ നമ്മൾ എന്ത് പറയും? അനാഥൻ എന്ന് പറയും. എന്നാൽ ആ സമയത്ത് ആ വിശുദ്ധൻ അമ്മയെ നഷ്ടപ്പെട്ടപ്പോ പരിശുദ്ധ അമ്മയെ കൂടുതൽ ചേർത്ത് പിടിച്ചു. അമ്മേ, ഞാൻ അമ്മയുടെ സ്വന്തമാണ്. തന്നെ അപ്പനെ നഷ്ടപ്പെട്ടപ്പോ പിതാവായ ദൈവത്തെ, ഫ്രാൻസിസ് പറയുന്ന പോലെ, അപ്പനെല്ലാം ഊരിക്കൊടുത്തപ്പോ ഇന്നു മുതൽ എനിക്ക് ശരിക്കും സ്വർഗസ്ഥനായ എന്റെ അപ്പാ എന്ന് ദൈവത്തെ വിളിക്കാമെന്ന് പറഞ്ഞ ഒരു ബന്ധം. അപ്പ നഷ്ടപ്പെട്ടപ്പോ സ്വർഗസ്ഥനായ പിതാവ് ശരിക്കും അപ്പനായി. അതോടൊപ്പം തന്നെ അമ്മയെ നഷ്ടപ്പെട്ടപ്പോ പരിശുദ്ധ അമ്മ സ്വന്തമായി, അമ്മയുടെ സ്വന്തമായി. അപ്പോ അനാഥത്വമുണ്ടോ? സമ്പത്ത് നഷ്ടപ്പെടുമ്പോ ദൈവത്തിൽ ആശ്രയിക്കും. ഒറ്റപ്പെടുത്തപ്പെടുമ്പോ, തിരസ്കരിക്കപ്പെടുമ്പോ, ഇല്ലായ്മ വരുമ്പോ എല്ലാവരും ഉപേക്ഷിച്ചു. യോസേപ്പിതാവിനെയും മാതാവിനെയും ബേത്ലഹേം നഗരം മുഴുവൻ ഉപേക്ഷിച്ചു. സത്രങ്ങളായി സത്രങ്ങളൊക്കെ കൊട്ടിയടച്ചു. എന്നാൽ അവിടെ കൂടെ ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആശ്രയിച്ചപ്പോ ആ കാലിത്തൊഴുത്ത് ദൈവാലയമായിട്ട് മാറി. ആ കാലിത്തൊഴുത്തിലേക്ക് പൂജാരാജാക്കന്മാർ വരുന്നു. ആ കാലിത്തൊഴുത്തിലേക്ക് മാലാഖമാര് വരുന്നു. ആ കാലിത്തൊഴുത്തിലേക്ക് സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ സന്ദേശം വരുന്നു. കണ്ടോ? അവിടെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഇല്ലായ്മകൾ വരും, വിരഹങ്ങൾ വരും, നഷ്ടങ്ങൾ വരും, ദാരിദ്ര്യം വരും, കഷ്ടപ്പാടുകൾ വരും, തിരസ്കരണങ്ങൾ വരും, ഒറ്റപ്പെടുത്തൽ വരും, എല്ലാവരും കൈവിട്ട അവസ്ഥകൾ വരും. അവിടെയൊക്കെ ദൈവ സാന്നിധ്യം നിറയ്ക്കണം. അപ്പോൾ എന്തായിട്ട് മാറി? സന്തോഷത്തിന്റെ മൂന്നാമത്തെ ദിവ്യരഹസ്യമായിട്ട് മാറി. ഇതൊരു അഭിഷേകത്തിന് പ്രാർത്ഥിച്ചേ. ഇന്ന് നമ്മുടെ കുടുംബത്തിലെ മക്കളൊക്കെ അപ്പന്റെ സ്നേഹം കിട്ടിയില്ല, അപ്പോഴേക്കും കണ്ടിക്കണ്ടവന്റെ പിന്നാലെ സ്നേഹിച്ചു പോന്നു. അമ്മയുടെ സ്നേഹം കിട്ടിയില്ല, അപ്പോഴേക്കും വേറവന്റെ പിന്നാലെ സ്നേഹിച്ചു പോന്നു. കുടുംബത്തിൽ സ്നേഹം കിട്ടിയില്ല. ഞാൻ എപ്പോഴും പറയാനുണ്ടല്ലോ മക്കളെ, ജീസസ് ഈസ് ദി ഓൺലി ആൻസർ. സ്നേഹം കിട്ടിയില്ലേ? ഈശോ തരും. ഭർത്താവിന് സ്നേഹം കിട്ടാത്ത ഭാര്യമാര്
കണ്ണി കണ്ടവന്റെ പിന്നാലെ സ്നേഹം തേടി പോകരുത്. ഭാര്യയുടെ സ്നേഹം കിട്ടാത്ത ഭർത്താക്കന്മാര് കണ്ണി കണ്ടവളുമാരുടെ പിന്നാലെ സ്നേഹം തേടി പോകരുത്. അപ്പന്റെ സ്നേഹം കിട്ടാത്ത മക്കള്, അമ്മയുടെ സ്നേഹം കിട്ടാത്ത മക്കള്, ഒത്തിരി മക്കൾ എനിക്കറിയാം. അതിന്റെ പേരിൽ അഫെയറായി, റിലേഷൻഷിപ്പായി അവൻ കൊണ്ടുപോയി ഉപയോഗിക്കും. അവന്റെ പിന്നാലെ പോകേണ്ടി വരും. കറങ്ങാൻ പോണം, തിന്നാൻ പോണം, ഹോംസ്റ്റേക്ക് പോണം, പബ്ബിൽ പോണം, പിന്നെ പറയണ്ടല്ലോ, എല്ലാം നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള മക്കള് ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ വിചാരിക്കണ പോലെ എല്ലാം തരാനൊക്കെ നമ്മുടെ കുടുംബത്തിൽ പറ്റുവാ. ദാരിദ്ര്യം വരും, ഒറ്റപ്പെടുത്തൽ വരും, സ്നേഹമില്ലാണ്ട് വരും, എല്ലാവരും ഒറ്റപ്പെടുത്തപ്പെടും. അവിടെയൊക്കെ കർത്താവിന്റെ സാന്നിധ്യം നിറയണം. ഈശോയ്ക്കല്ലാതെ ഇതൊന്നും പരിഹരിച്ച് തരാൻ പറ്റില്ല. അതുകൊണ്ട് ജീസസ് ഈസ് ദി ഓൺലി ആൻസർ. ആ കർത്താവിനെ ആ കാര്യത്തൊഴുത്തില് ജനിപ്പിക്കാൻ കർത്താവിനെ ചേർത്ത് പിടിച്ചപ്പോ അത് സ്വർഗമായിട്ട് മാറി, ദേവാലയമായിട്ട് മാറി. അവിടെ എല്ലാവരും വരും. സ്വർണം വരും, വെള്ളിയും വരും, കുന്തുരുക്കവും വരും, മീറയും വരും, മാലാഖമാര് വരും, ആട്ടിടയന്മാര് വരും. എന്താ വേണ്ടേ? എല്ലാം അവിടെ വരും. സന്തോഷമുണ്ടാണെങ്കിൽ ഈശോ ഉണ്ടാവണം. അല്ലാണ്ട് എന്തുണ്ടായിട്ടും ഒരു സന്തോഷം ആർക്കും ഉണ്ടാവില്ല മക്കളെ. അതുകൊണ്ട് ഈ അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ നിറയാനും, ലഭിക്കാതെ പോയ മക്കള് അതിന്റെ പേരിൽ മറ്റാരുടെയും പിന്നാലെ പോകാതെ മറ്റൊന്നിന്റെ പിന്നാലെ, ചില മക്കള് അതിന്റെ പേരിൽ മദ്യപിക്കാൻ പോകണു, ഡ്രഗ് അഡിക്റ്റ് ആവണു, അനുസരണക്കേട് കാണിക്കണം, പള്ളിപ്പോക്ക് നിർത്തുന്നു, ഉദാശകൾ വിടുന്നു, സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുന്നു. പിന്നെ ചില മക്കൾക്ക് ഡിപ്രഷൻ, നിരാശ, പരാതി, വെറുവെറുപ്പ്, ഇതൊന്നിന്റെ ആവശ്യമില്ല. ദൈവം ഉണ്ടെങ്കിൽ അവിടെ സന്തോഷമുണ്ട്. കാര്യത്തൊഴുത്തിലും സമ്പത്തുണ്ട്, കാര്യത്തൊഴുത്തിലും ദൈവ സാന്നിധ്യം, സ്വർഗീയമായ സമാധാനമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു വലിയ രഹസ്യം സ്വന്തമാക്കിക്കൊണ്ട് കർത്താവാണ് എല്ലാത്തിനെയും ഉത്തരം. ആ കർത്താവ് ഉണ്ടെങ്കിൽ സന്തോഷമുണ്ട്. ഈ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളെ സമർപ്പിക്കാം, നമ്മുടെ ജീവിത പങ്കാളികളെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെ സമർപ്പിക്കാം. കർത്താവിന്റെ വലിയ അഭിഷേകം, ഈ മൂന്നാമത്തെ ദിവ്യരഹസ്യത്തിന്റെ അഭിഷേക ശക്തി നമ്മുടെ കുടുംബത്തിൽ വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുനാഥന്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക, കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളും യോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും വീണ്ടും അച്ഛൻ ഉറപ്പിക്കാണ്, ഈ ചാനൽ നിങ്ങൾ അനേക മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, ഈ പ്രാർത്ഥന പരിചയപ്പെടുത്തി കൊടുക്കണം. പോരാ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുവിശേഷ വേലയായിട്ട് ഇതെടുക്കുക. കർത്താവിന്റെ വലിയ അനുഗ്രഹം നിങ്ങളോട് കൂടെ, നിങ്ങളുടെ മക്കളോട് കൂടെ, പ്രാർത്ഥനയോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് അച്ഛനും പ്രാർത്ഥിക്കുന്നു. നാം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, കാലിത്തൊഴുത്തിലെ ഇല്ലായ്മയിലേക്ക് കടന്നു വന്നുകൊണ്ട് ആ കാലിത്തൊഴുത്തിന് സമ്പത്തിന്റെ പൂർണ്ണതയിൽ ദൈവാലയമാക്കി സന്തോഷം കൊണ്ട് നിറച്ച അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത്, കരുണയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളങ്ങ് പഠിപ്പിച്ചു, ആരെല്ലാം ഉപേക്ഷിച്ചാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അങ്ങാണ് ഞങ്ങളുടെ സമ്പത്ത്. എല്ലാത്തിനും ഉത്തരം അങ്ങാണ്. ഞങ്ങൾക്ക് സ്നേഹം തരാൻ, സമാധാനം തരാൻ, സന്തോഷം തരാൻ, ജീവൻ തരാൻ, സമ്പത്ത് തരാൻ, ഞങ്ങളുടെ പാപങ്ങൾ മോചിക്കാൻ, ഞങ്ങൾക്ക് സൗഖ്യം തരാൻ, ഞങ്ങൾക്ക് വിടുതൽ തരാൻ, ഞങ്ങളെ സംരക്ഷിക്കാൻ, എല്ലാത്തിനും അങ്ങാണ് ഉത്തരം. ഇല്ലായ്മയുടെ പേരിൽ ഈ ലോകത്തിന്റെ പിന്നാലെ ഞങ്ങളോ ഞങ്ങളുടെ മക്കളോ ഞങ്ങളുടെ കുടുംബങ്ങളോ പോകാൻ പാടില്ല. അപ്പനെ സ്നേഹം കിട്ടാത്ത മക്കള്, അമ്മയുടെ സ്നേഹം കിട്ടാത്ത മക്കള് ആ സ്നേഹം തേടി വേറെ എവിടെയും അലയാൻ പാടില്ല. സോ അങ്ങാണ് ഞങ്ങൾ ഉത്തരം. ഭാര്യ ഭർത്താവിനെ വിട്ട്, ഭർത്താവ് ഭാര്യയെ വിട്ട്, കുടുംബത്തെ വിട്ട്, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ അങ്ങ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണം. ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ഒറ്റ കാരണമുള്ളൂ, അങ്ങില്ലാതെ പോയി. അങ്ങേ വിട്ട് സമ്പത്തിന്റെ പിന്നാലെ, വ്യക്തിബന്ധങ്ങളുടെ പിന്നാലെ, സുഖഭോഗത്തിന്റെ പിന്നാലെ, മദ്യത്തിന്റെ പിന്നാലെ, ലഹരിയുടെ പിന്നാലെ, തെറ്റായ സ്നേഹബന്ധത്തിന്റെ പിന്നാലെ ഞങ്ങളുടെ മക്കൾ പോയി, ഞങ്ങളുടെ കുടുംബങ്ങൾ പോയി. പലപ്പോഴും ഞങ്ങളും പോയിട്ടുണ്ട്. ഈശോയെ മാപ്പ് ചോദിക്കുന്നു. വിശുദ്ധ അമ്മയെ പോലെ, യോസേപ്പ് പിതാവിനെ പോലെ എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും തിരസ്കരിച്ചപ്പോഴും പരാതിയില്ലാതെ, പരിഭവമില്ലാതെ ആ കാലിത്തൊഴുത്തില്, ദാരിദ്ര്യത്തിന്റെ പര്യായമായ കാലിത്തൊഴുത്തില് ഈശോയ്ക്ക് ജന്മം കൊടുത്തപ്പോ അവിടെ സന്തോഷത്തിന്റെ മൂന്നാമത്തെ ദിവ്യരഹസ്യം ഞങ്ങൾ കണ്ടനുഭവിച്ച് ധ്യാനിച്ചു. അഭിഷേകം കുടുംബത്തിൽ നിറയട്ടെ,
മക്കളിൽ നിറയട്ടെ, ഞങ്ങളിൽ നിറയട്ടെ, ജീവിത പങ്കാളിയിൽ നിറയട്ടെ. അങ്ങനെ സന്തോഷം ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരില് വ്യാപരിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വലിയ അഭിഷേകം നമ്മുടെ കുടുംബത്തില്, നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് സ്തുതിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച എന്റെ മക്കളെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ആരാധന ആരാധന ആരാധന. സ്വയം നന്ദി, സ്വയ ആരാധന. ഈ ആശീർവാദത്തിലൂടെ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ ഇല്ലായ്മകളില്, ശൂന്യതകളില്, അനാഥത്വങ്ങളില്, വിരഹങ്ങളില്, തകർച്ചകളില്, ഏതവസ്ഥയിലും ആകട്ടെ കർത്താവിന്റെ സാന്നിധ്യം നിറയപ്പെടാൻ, അതിലൂടെ സന്തോഷം തിരിച്ചു പിടിക്കാൻ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും കൃപ നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ, ഈ ആശീർവാദ സമയത്ത് എല്ലാ ശൂന്യതകളിലേക്ക്, എല്ലാ വിരഹ ദുഃഖങ്ങളിലേക്ക്, എല്ലാ സ്നേഹരാഗത്യങ്ങളിലേക്ക്, എല്ലാ ദാരിദ്ര്യാവസ്ഥകളിലേക്ക് അങ്ങനെ സാന്നിധ്യം നിറച്ച് കർത്താവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.